പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരലോക തുല്യമൻ വിശ്വാസ സേവനം, പരലോക തുല്യമൻ വിശ്വാസ സേവനം. വന്ദനമേ യേശു രക്ഷകനും നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും വന്ദനം. Greetings to you all in the precious name of our Lord and Savior Jesus Christ. Let us turn our attention to Romans chapter 8. Today we will try to study the passage verses 18 to 27, but I don't think time will permit us to explain the whole passage, but at least we will try and see to study verses 18 to 25. ഈ രാത്രി സമയം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, യഥാർത്ഥത്തിൽ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒരു യൂണിറ്റായിട്ട് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും അതിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് ഇന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. If you look at the passage as a whole, meaning verses 18 to 27, the main theme of the passage is the suffering and glory of God's children. ആ വേദഭാഗത്തിൻ്റെ 8-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്നുള്ളത് ദൈവമക്കളുടെ ഗ്ലോറിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ മഹത്വത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഈ രാത്രി സമയം തുടർന്ന് നമ്മൾ അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളൊന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. Praise the Lord. Last week in the previous passage, that is verses 14 to 17, we have seen the present ministry of God's Spirit in God's children. And now Paul moves on to the future glory of God's children, of which the Holy Spirit is the first fruits. That's what we read verse 23. കഴിഞ്ഞ ആഴ്ചയിൽ 14 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രസൻറ്റ് മിനിസ്ട്രി, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അതെന്താണെന്ന് പൗലോസ് പറഞ്ഞു. ഈ വേദഭാഗത്ത് അതിൻ്റെ 18 മുതൽ 27 വരെയുള്ള വേദഭാഗത്ത് ദൈവമക്കളുടെ തേജസ്സിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ആ തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവ് എന്ന ആദ്യ ദാനം. So last week we have seen the witness of the third person of the Trinity, Holy Spirit. And how do we know that a person is born again?
We have seen last week, number one, the Spirit leads us into holiness. If we are not led by the Spirit, if you read verses 13 and 14 together, it is very clear that we put to death the deeds of the body, and we do that by the empowering of the Holy Spirit. So, once a person is truly born again, he is enabled by the Holy Spirit to put to death the misdeeds or the deeds which are against the law of God. And we are able to mortify the flesh. We are able to put to death. We are able to put to death. And I know, we all know that we have, it is sanctification. Being sanctified is not simply a passive process. Rather, we have an active part in it. For example, we need to fight for our spiritual place. If we don't fight to read God's word, we are unable to read it. If we don't fight to set apart a time of prayer, we are unable to do it. If we don't do that, we don't grow in holiness. So we have an active part as far as sanctification is concerned, but that happens only by the power of the Holy Spirit. That is there. Only by the power of the Holy Spirit. So, number one evidence of a person being a child of God, you don't have to wait until the second coming of the Lord to know whether you will be in eternity or not. You can know it here and now. That is the peculiarity of Christianity. Because there is no other way of salvation. So you can know here and now for sure, a sure assurance of salvation. That is very important. So Paul is in these verses 13 to 17, he speaks about the assurance God, the Holy Spirit, gives to a child of God. You can have all the false assurances for sure, because Jesus himself warns about a group of people who all along thought they were in the kingdom of God, but they found to their horror that they were not. Why? Because they gauged their spiritual life with a wrong criteria, with a wrong measurement. They thought when they prayed, people got healed. When they asked the Lord, the devils, it flew, it took to flight. So, because they were so successful in the so-called ministry, they thought they were children of. But when you look at the Word of God, it is not the ministry that proves to you that you are a child of God. Rather, the work of the Holy Spirit in the children of God prove to a person that he belongs to Christ. This is so important. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മിലുള്ള ശുശ്രൂഷയെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ആത്മാവ് നൽകുന്ന അഷ്വറൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫോൾസ് അഷ്വറൻസ് അല്ല, പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യക്തമാകുന്ന അഷ്വറൻസിൽ ഒന്നാമത്തെ അഷ്വറൻസ്
ആത്മാവ് എപ്പോഴും ദ സ്പിരിറ്റ് ലീഡ്സ് ഗോഡ്സ് ചിൽഡ്രൻ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കൾ ആകുന്നു. 14 ദൈവാത്മാവ് നടത്തുന്നവർ മാത്രമേ ഉള്ളൂ ദൈവമക്കൾ. ഒന്നാമത്തെ എവിഡൻസ് അതാ ദൈവമക്കളാണെന്നുള്ളതിൻ്റെ. ഇഫ് യു ആർ നോട്ട് ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആൻഡ് വി നോ ദാറ്റ് ലീഡിങ് ഈസ് എ വെരി സ്പെസിഫിക് ലീഡിങ്. ഇറ്റ് ഈസ് നോട്ട് സം വേഗ് തിങ്, the leading of the Holy Spirit. It is not you know for sure whom you will marry, or which course you are going to take, or where you are going to do your job. That's not the leading Paul is talking about here. Okay, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് അഷ്വറൻസ് തരുന്നു. എന്ത് അഷ്വറൻസാണ്? അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കൾ ആകുന്നു. ആ നടത്തിപ്പ് എന്തിലേക്കാണെന്ന് നമ്മൾ വളരെ വ്യക്തമാണ്. കാരണം 13-ാം വാക്യം മലയാളത്തിലില്ലാത്ത ഒരു പദം, ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. ഫോർ ഇഫ് യു ലിവ് അക്കോർഡിംഗ് ടു ദ വേഴ്സ് 14, ക്യാൻ യു പുട്ട് അപ്പ്? ഓക്കെ. ഫോർ ഓൾ ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഫോർ. 13-ാം വാക്യത്തിൽ പറഞ്ഞതിനെ കണക്ട് ചെയ്ത് പറയുകയാണ്. അതായത് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ആ ജീവൻ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിച്ചതാണ്. ഓക്കെ, അത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് പറയാം, എന്തെന്നാൽ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കൾ ആകുന്നു. അപ്പോൾ ഒന്നാമത്തെ എവിഡൻസ്, God the Holy Spirit, the third person of the Trinity, will always a child of God into progressive holiness. If there isn't progressive holiness, that is a cause of concern, a cause of concern. Okay, നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസീവായിട്ട് ഹോളിനെസ് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ബേസ് ക്യാമ്പിൽ തന്നെയാണെങ്കിൽ ദാറ്റ് ഈസ് എ കോസ് ഓഫ് കൺസേൺ. ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചുവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ നമ്മളെത്ര മറുത്തു നിന്നാലും ദൈവം ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ അനുവദിച്ചൊരു ഫൈനൽ ബ്ലോ തരും. ആ ഫൈനൽ ബ്ലോയിൽ യു വിൽ ബി ചേഞ്ച്ഡ്. അത് ചിലപ്പോൾ മേ ബി ഓൺ ദ ഡെത്ത് ബെഡ്, ബട്ട് ഫോർ ഷുവർ ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, God cannot take you to himself without God breaking you down. Mark my words. God cannot do that, and God will not do that. അതിൻ്റെ കാര്യം എന്താ? ശുദ്ധീകരണം കൂടാതെ ആരെ കാണുന്നില്ല. യേശു കർത്താവ് പഠിപ്പിച്ച ബ്ലെസ്സഡ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ മാത്രമേ ദൈവത്തെ കാണത്തുള്ളൂ. മനസ്സിലായോ? ഓൺലി പീപ്പിൾ, അതല്ലേ, ബ്ലെസ്സഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്, ദേ ഷാൽ സീ God. Meaning, without the purity of heart, no one will see God. That is for sure. So the ministry, the first evidence of being a child of God is God the Holy Spirit leads you into holiness. Secondly, we have seen the Spirit replaces fear with a freedom in our relationship to the Father. അല്ലേ? അതുകൊണ്ടാണ് 15-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഭയം മാറിയിട്ട് ഫ്രീഡം. പക്ഷേ വിത്ത് റെവറൻഷ്യൽ ഫിയർ. ദാറ്റ് റെവറൻഷ്യൽ
fear is not absent of God. That reverential fear will always be there. We don't take it for granted. Some people, they continuously do things, or they don't care. They take it for granted. But in 2nd chapter of Romans, God's patience must lead us to repentance. Why God is patient? He is patient so that we may have space to repent. Repentance is very, very important. We don't often talk about repentance, but we have to, because these are very, very important things. Okay, and we have a freedom to call Abba Father. And we also have seen in verse 17, the Spirit is the first fruits of our inheritance. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് മക്കളെങ്കിലോ അവകാശികളും നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നോക്കുക, നാം ദൈവത്തിൻ്റെ അവകാശികൾ, heirs of God, ദൈവത്തിൻ്റെ അവകാശികൾ. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും. എന്നിട്ട് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. Okay, so in verse 17 Paul says that we are heirs of God and fellow heirs with Christ. Fellow heirs with Christ, not only in his glory, but we also are fellow heirs with him in his suffering. And that is why Paul in verse 18 speaks that, for I consider that our sufferings for this present time are not worth comparing with the glory that is to be. Look at that, look at the connection. For in verse 17, 17-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂട്ടവകാശികളുമാണെന്ന് പറഞ്ഞേച്ച് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. നമ്മൾ അവകാശികളാണ്. പക്ഷേ പലരും, ഞാൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, കർത്താവേ ഞങ്ങൾ മക്കളെങ്കിൽ അവകാശികൾ ആണല്ലോ, കർത്താവേ ഇത് ഞങ്ങളുടെ അവകാശമാണല്ലോ, അത് ഞങ്ങളുടെ അവകാശമാണല്ലോ, അത് ഞങ്ങളുടെ അവകാശം. ആ അവകാശങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താ അവകാശം? നിങ്ങൾ ശ്രദ്ധിക്കേ, ഞാനിത് ഒന്നും കൊണ്ടിരുന്നതല്ല. നോക്കിയേ, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചു. വളരെ ക്ലിയർ അല്ലേ? ഈ വചനത്തിൽ നിന്നും വിരുദ്ധമായിട്ട് പറയുന്നത് ആത്മാവല്ല. അതെത്ര താഴോട്ടും മേളിലോട്ടും ചാടി പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ആത്മാവല്ല. വചനവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നും പരിശുദ്ധാത്മാവല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. So when as soon as Paul mentions, it is not only in partnership with Christ in his glory God's children are, we are also in partnership with him in his suffering. That thought moves him to verse 18. That is the connection there. He says, for I consider that the sufferings of this present time are not worth comparing with the glory that is to be revealed to us. ഇവിടെ പോൾ പറയുന്ന ഒരു കാര്യം,
മലയാളത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, in the following passage, Paul is speaking about suffering and glory. Suffering and glory. So when you look at that passage, it is very clear that suffering and glory always go together. It always go together. ഒന്നാമതായിട്ട് ആ ഭാഗം ശ്രദ്ധിച്ചാൽ, കഷ്ടതയും തേജസ്സും അല്ലെ മഹത്വവും അത് ഒരുമിച്ച് ചേർന്ന് പോകുന്നതാണ്. ദിസ് വാസ് ട്രൂ ഓഫ് ക്രൈസ്റ്റ് and it is true of us. So that is why, if you will please note 1 Peter chapter 5 and verse 10. 1 Peter 5:10. ഈ വേദഭാഗം ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, കഷ്ടതയും തേജസ്സും അത് ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വേർപെടുത്താൻ കഴിയാത്തതുപോലെ തന്നെ. 1 പത്രോസ് 5:10 വായിച്ചേ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, അപ്പോൾ അതിനുവേണ്ടി ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ പാർട്ടേക്കേഴ്സ് ആണെന്ന് പോൾ നമ്മളെ റിമൈൻഡ് ചെയ്യുക. എന്നിട്ട് പറയുക, പത്രോസിൻ്റെ ലേഖനത്തിൽ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി. എന്ന് നോക്കി, കഷ്ടവും തേജസ്സും ഒരുമിച്ച് ചേർന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ number one observation from that verse, the passage, that suffering and glory go together. That was so in the experience of Christ, and it is so in the experience of children of God. And in fact, we have been called to suffer for a little while, but glory awaits us. Secondly, the suffering and glory mark the two ages. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഈ രണ്ട് കാലഘട്ടങ്ങളെ, ഈ കാലം വരുവാനുള്ള കാലം, നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം. അപ്പോൾ when Paul speaks about two ages, that the present time, the sufferings of this present time are not worth comparing with the glory that is to be revealed to us or in us. അപ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങൾ, ഈ കാലഘട്ടങ്ങൾ അല്ലെ ഈ ഒരു കാലഘട്ടം പ്രധാനമായിട്ട് അത് സഫറിങ്ങിൻ്റെ കാലമാണ്. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ രണ്ട് കാലഘട്ടങ്ങൾ. ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് സൗഖ്യമോ സുഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നുമില്ലെന്നല്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്നാണെന്നറിയാമോ? സഫറിങ്. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെല്ലാവരും അതിൽ കൂടെ. ഇവിടെ ഈ സഫറിങ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സഫറിങ് മാത്രമല്ല, നമ്മുടെ വീണ്ടെടുക്കപ്പെടാത്ത ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ കഷ്ടതകൾ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ് സഫറിങ്. എന്നാൽ വരുവാനുള്ള കാലമെന്നുള്ളത് ആ കാലം തേജസ്സിൻ്റെ കാലമാണ്.
അപ്പോൾ ഈ കാലത്ത് സന്തോഷങ്ങളില്ലെന്നോ സൗഖ്യങ്ങളില്ലെന്നോ ഒന്നുമല്ല വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തെ മുഴുവനായി പറഞ്ഞാൽ അത് കഷ്ടതയുടെ കാലമാണ്. അതുകൊണ്ടാണ് പല പഴയ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ആ ഒരു പ്രത്യാശയിലാണ്. പഴയൊരു പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ബാഘായിൻ താഴ്വരെ ക്ഷീണിച്ചു പോകല്ലേ, ബാഘായിൻ താഴ്വരെ ക്ഷീണിച്ചു പോകല്ലേ, ശ്രീയേശുനാഥ തുണയ്ക്കണേ. ആ പാട്ടിൻ്റെ തുടക്കം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിവേ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാലഘട്ടം ആ സഫറിങ്ങിനോട് ചേർത്ത് ദൈവവചനം പറയുന്നു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, the sufferings and glory cannot be compared. We cannot compare the suffering of this age and the glory of the coming age. And Paul is telling us, I consider, I reckon. He comes to a firm conclusion based on the revelation he received, that I know for sure, I consider that it cannot be compared, the suffering of this age. അതുകൊണ്ടാണ് in 2 Corinthians chapter 4 and verse 17 ഈ രണ്ട് കാലഘട്ടത്തിലെ ആ സഫറിങ്ങും കഷ്ടതയും തേജസ്സും അതിനെ പോൾ പറയുക കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. 2 കൊരിന്ത്യർ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നോക്കുക, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, for this light momentary affliction is preparing for us an eternal weight of glory beyond all comparison. It cannot be compared. The suffering of this age and the glory of the age to come, Paul says, cannot be compared. And fourthly, if you will look at this passage, the suffering and glory, it not only concerned God's children, it also concerned God's creation. God's creation. ദൈവത്തിൻ്റെ സൃഷ്ടിയെയും ഈ സഫറിങ്ങും ഗ്ലോറിയും ബാധിക്കാൻ പോകുകയാണ്. നമുക്കറിയാം, when you read as a result of fall in Genesis chapter 3 and verse 17, മനുഷ്യൻ വീണു പോയതുകൊണ്ട് ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചെന്ന്, ക്രിയേഷൻ എന്ത് സംഭവിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 3:17. ഓക്കെ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. Because of the sin of man, ഈ ഭൂമി എന്തിലേക്ക് വന്നു? ശാപത്തിൻ്റെ കീഴിലേക്ക് വന്നു. The creation fell under the curse of God because of man's sin. And Paul is personifying the creation as though the creation itself is a person. And it says, it is written, the creation waits with eager longing for the revealing of the sons of God. What a beautiful picture it is. It is such a beautiful literary device Paul is using there. He is using the creation, the whole creation, as a person. And we know in literary circle it is a device, personification. അതായത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവം, who are the children of God? Paul says, the nature itself is eagerly waiting. Who all are
the children of God and eagerly expecting, waiting for the revelation of the children of God. ദൈവപുത്രന്മാരുടെ അല്ലെ ദൈവമക്കളുടെ വെളിപ്പാടിനെ സൃഷ്ടി എന്ത് ചെയ്യുന്നു? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വായിച്ചോളൂ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നോക്കുക, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പോള് ഈ സൃഷ്ടിയെ പേഴ്സോണിഫൈ ചെയ്യുമ്പോൾ ഇത് പോള് മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ when Paul uses this device of personification of the creation, the created things, the earth, on all the created subhuman creation, when Paul uses that, there is a precedent in the Old Testament. പഴയ നിയമത്തിലും അതിനൊരു പാരമ്പര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് 96-ാം സങ്കീർത്തനം, Psalm number 96 verse 11 and 98 verse 7. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. ആകാശം സന്തോഷിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. നമുക്കറിയാം. ഓക്കെ, പിന്നെ എന്താ, ആഴിയും ഹിമവും എല്ലാം എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്തുതിക്കുന്നെന്ന് പറയുന്നു. അപ്പോൾ സൃഷ്ടിയെ ഈ നിലയിലാണ് പഴയ നിയമത്തിൽ കാണാൻ. 98-ാമത്തെ സങ്കീർത്തനത്തിലും ഈവൻ Psalm 98 we also read that. But why? What happened? Verse 20, if you read verse 20, for creation was subjected to futility. 20-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു? അതിൻ്റെ കാരണം 20-ാം വാക്യം again, for സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നോക്കുക, ഇപ്പം ഇത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മായ, ഫ്രസ്ട്രേഷൻ, അത് സബ്ജക്റ്റ്, ഇറ്റ് വാസ് സബ്ജക്റ്റഡ് ടു ഫ്യൂട്ടിലിറ്റി. മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ സൃഷ്ടി നമ്മൾ വായിക്കുന്നത്, ഈ ശപിക്കപ്പെട്ടതാകുന്ന ഭൂമി ഒരു റെസ്റ്റോറേഷൻ ഒരിക്കലുണ്ടാകും. ദർ വിൽ കം എ റെസ്റ്റോറേഷൻ ഫോർ ദിസ് cursed earth. Can you read Revelation 22 and verse 3? യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. There will no longer there be no curse. യാതൊരു ശാപവും ഇനിയും ഉണ്ടാകത്തില്ല. Why? Because there is a new heaven and new earth. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ 3:17 മനുഷ്യൻ്റെ വീഴ്ച നിമിത്തം ഭൂമി ശാപത്തിന് അധീനമായി തീർന്നു. In Genesis 3:17 we read, because of man's fall the earth was cursed, but in the new heavens and in the new earth, when God restores the creation, there will no longer be any curse. The restoration. And Paul sees that and he says, the creation itself, although it shared in the fall, it is looking forward to with expectation for the restoration. അപ്പോൾ ഇത് മായയ്ക്ക് കീഴ്പ്പെട്ടിരുന്നത് കൊണ്ട് ഈ സൃഷ്ടി അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുമെന്ന് പറയുന്നു, അല്ലേ? ദ്രവത്വത്തിൻ്റെ സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും. ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടിയെ look at that, from the frustration,
It's verse 21, that the creation itself will be set free from its bondage to corruption. It is being corrupted. ഈ കറപ്ഷനിൽ നിന്നും, ഈ ദ്രവത്വത്തിൽ നിന്നും അതെന്ത് ചെയ്യും? ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുക, മനഃപൂർവ്വമായിട്ടല്ല, not willingly. verse 21. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. Because God subjected this earth under curse because of sin. എന്നാൽ ഒരു ദിവസം എന്ത് ചെയ്യും? ആ ഡീക്കയിൽ നിന്ന് ദൈവം അതിനൊരു വലിയ ഫ്രീഡം നൽകും എന്ന് പൗലോസ് പറയുകയാണ്. If you can read Psalm number 102 verse 25 and also Isaiah 65:17, 66:22. ആദ്യം 100. ഓക്കെ. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. ഇതിനെ മാറ്റിയിട്ട് ഒരു പുതിയ ഒന്നിനെ, ഒരു റിനോവേറ്റഡ് ആയിട്ടുള്ള ഒന്നിനെ ദൈവം നൽകും, കൊണ്ടുവരും. ഇനി ക്യാൻ യു ഓൾസോ റീഡ് Isaiah 65:17, 66:22. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. This is exactly what we read in Revelation. God is going to create out of this decay in creation. God will create something new. So Paul says, not only the children of God will share in God's glory, but the creation itself. And ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് Isaiah 11 and verse 6, 65:25. Can you also read those verses? Although we do not have much time, but let's see those verses. പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 65 and 25. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന്. Okay, and now we see the messianic expectations in the Old Testament, but when we come to the New Testament also, Jesus himself promises of the renovation of all things. For example, Matthew's Gospel 19 and verse 28. മത്തായിയുടെ സുവിശേഷം 19:28 വാക്യത്തിൽ പുനർജനനത്തിൽ എന്നാണ് കർത്താവോട് പറയുന്നത്. ഒന്ന് വായിക്കാമോ? യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ renewal of all things, the renewal of all things, പുനർജനനത്തിൽ. അപ്പോൾ സകലത്തെയും റിന്യൂ ചെയ്യുന്ന ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. ഇതിന് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ അപ്പോസ്റ്റൽ പീറ്റർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്റ്റൽ പോൾ in Ephesians chapter 1 and verse 10, that God will reconcile all things in heaven and in earth, on earth. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും തന്നിൽ നിരപ്പിക്കും. നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ ഒരു വേദഭാഗം കൂടെ നമുക്ക് ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 Peter chapter 3 and verse 13. 2 Peter 3 and verse 13. എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. നോക്കുക, നീതി വസിക്കുന്ന. അപ്പോൾ
പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നുവല്ലോ. ഈറ്റുനോവെന്ന് ഇതേ കാര്യം തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്. ഇതൊക്കെയും when you see all these things, warning about his coming and preparing his disciples about the second coming, Jesus gives them that you will hear about such and such things, but when you see these things, know it is only the beginning of birth pain. beginning, അതായത് ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാകുന്നു. എന്നിട്ട് തുടർന്ന് പോൾ പറയുന്ന ഒരു കാര്യം, വേഴ്സ് 23, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന, വേഴ്സ് 23, ഓക്കെ വായിച്ചോളൂ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നോക്കുക, അപ്പോൾ ഈവൻ the children of God, not only the creation but the children of God, Paul says, we also groan inwardly. Why? Although the indwelling Holy Spirit gives us joy, for the fruit of the Spirit is joy, and he gives us joy, but we know we have the flesh, the sin also dwelling in us. So a true child of God will always have a groaning. He has a groaning. Why? Lord, I am unable to live as you please, and there is indwelling sin in me, and I have joy of the Holy Spirit. I have joy, but at the same time I know the reality that many a times I am not able to do what I want to do. There is a groaning within a true child of God, and that is not a license for our failures. Rather, you want to get rid of that. You want to get rid of that. You don't want to you don't want to justify that. Lord, this is what it is. I cannot help. No. കർത്താവേ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ. അതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഗ്രോൺ ചെയ്യുക. എന്താ ഗ്രോൺ ചെയ്യുന്നത്? കർത്താവേ, എനിക്ക് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ മുന്നേറാൻ കഴിയുന്നില്ല. കർത്താവേ, എന്നെ നയിക്കണമേ. I know my weakness and I want to trust you. I want to lean on you. I want you to help me. I want the Lord, the Holy Spirit to empower me, and the Spirit of God, may He have His fruit in me. You don't want to continue in that. You really hate sin if you are a child of God, and that is the groaning every true child of God will have for sure. It is not a guilt trip. You feel guilty. Why? Because you set a goal and you try, and at the end of the day you are unable to meet the goal, and you feel guilty about it. That's not what I'm talking about. That's not the thing here. Rather,
I know for sure I cannot do that, but I trust in God. And I see myself carried along. Sometimes God gives me strength. Even then, I know within me, Lord, I am not as I ought to be. Help me, Lord. This is the groaning of every true child of God. If there is no such groaning, you are not a child of God. I'm not talking about guilt, mere guilt, because I am unable to perform. No, I am not talking about that. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമ്മളൊരു ഗോൾ വെച്ചേച്ച് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് പരിശ്രമിക്കും, നമുക്ക് പറ്റുന്നില്ല. പറ്റാത്തപ്പോൾ ഉണ്ടാകുന്ന ആ കുറ്റബോധത്തെക്കുറിച്ചല്ല ഈ ഗ്രോണിങ്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ, കാരണം ഈ ശരീരത്തിൽ ആ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വീണുപോയ ശരീരമാകൊണ്ടും ദൈവത്തിന് പൂർണ്ണ പ്രസാദമായിട്ട്, കർത്താവേ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ എൻ്റെ തെറ്റുകളെ ന്യായീകരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളെ സംഭവം ഞാൻ ന്യായീകരിക്കാനല്ല താല്പര്യപ്പെടുന്നത്. ഒരു ദൈവപൈതലിൻ്റെ വീഴ്ചയെ ഒരു ദൈവപൈതൽ ഒരിക്കലും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഗിൽറ്റി ഫീലിംഗ് തോന്നിയിട്ട് ഒരു സെൽഫ് പിറ്റി തോന്നാനുമല്ല ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലരങ്ങനെ, ഞാൻ ഒരു കാര്യം പറയാം, സെൽഫ് പിറ്റി എന്നുള്ളത് സെൽഫ് റൈച്ചസ്നെസ്സിൻ്റെ, ഇറ്റ് ഈസ് ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ. സെൽഫ് പിറ്റി തോന്നുന്നെങ്കിൽ യു നീഡ് ടു ആസ്ക് ഗോഡ് ടു റിമൂവ് ദാറ്റ്. We are not talking about self-pity or guilty feeling. Rather, we are talking about a life that is fully dependent on God, the Holy Spirit, and yet you realize in your heart, because of the indwelling sin, Lord, I am unable many a times, please help me. That is the groaning we are talking about. ആ ഒരു ഞരക്കത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുക. എന്നിട്ട് നമ്മൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. നമ്മൾ പുത്രത്വം പ്രാപിച്ചവരാ, കാരണം we are already children of God. That's what the Bible tells us. We have been saved. It is by grace, through faith you have been saved. You have been saved and you have been redeemed. But here Paul is speaking about the redemption of what? Adoption as sons, the redemption of our bodies. A final idinu vendi redemption of bodies. So every child of God have this wish in himself. Number one, whether you have a comfortable life or not, whether you have a promising future or not, every true child of God, whether you are on a sick bed or not, every child of God will have a desire deep within, come Lord Jesus, every day. So അതായത് കർത്താവിൻ്റെ വരവിനെ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം, that is a healthy state of spirituality. Whether you have everything, you have the healing in your body, you have
money in your purse, you have comfortable life, you have a good job, you have a good family, good children, everything good. And on the other hand, you feel aches and pains. You are on a sick bed. Both saints of God must have or will have a desire. Come, Lord Jesus, because I am unable to please you perfectly in this unredeemed body. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പൗലോസ് പറയുന്നത്. ആത്മാവെന്ന ആദ്യ ദാനം, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഉണ്ടാവുമെന്നറിയാമോ? എ ലോങ്ങിങ് ഫോർ ദ റിഡംഷൻ ഓഫ് ദ ബോഡി. അതുണ്ടാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ഒരു പ്രത്യാശയെക്കുറിച്ചാണ് പോൾ ഇവിടെ പറയുക. എന്നിട്ട് പറയാം, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ? പ്രത്യാശയല്ല. ഒരുതൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്ത്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, we wait. Number one, we wait eagerly. And secondly, we wait patiently. Two things. We wait for the Lord. We wait eagerly. Lord, come. And at the same time, we wait patiently. Although I pray, I cry out, come Lord Jesus, but I don't know when you are coming. Patiently and eagerly waiting. This mark a child of God. അതാ ഒരു ദൈവവൈതലിൻ്റെ ലക്ഷണം. And if you will read the following verses as well, I'm not going to deal with that today. Verses 26 and 27, we read, during this waiting time, God, the Holy Spirit, helps the child of God. അല്ലേ? ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നാം ക്ഷമയോടെ ആകാംക്ഷയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുന്നു? വിശുദ്ധന്മാരെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ആ നമ്മൾ അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് ആ രണ്ട് വാക്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും. ഹൗ ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് അസ് ഡ്യൂറിങ് ദിസ് വെയിറ്റിംഗ് പീരീഡ്. ഈ രാത്രി സമയം നമ്മെ തന്നെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളിന്ന് കേട്ട ആലോചനയ്ക്ക് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആർ വി റിയലി ലെഡ് ബൈ ദ സ്പിരിറ്റ്? and are we really having a freedom to call Father Abba? And does the Holy Spirit really witness to our spirit we are God's children? അത് നമുക്കുണ്ടോ? നമ്മുടെ ആ വലിയ അവകാശത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. എന്നിട്ട് പോൾ പറയുക, നമ്മെ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ഉള്ളിലെ വാഞ്ച എന്താണ്? കം ലോർഡ് ജീസസ്. കർത്താവേ വരണമേ, എൻ്റെ ഈ ശരീരത്തിൽ, എനിക്ക് ഈ പാപത്താൽ വീണുപോയ ഈ ശരീരത്തിൽ അങ്ങേ പലപ്പോഴും എനിക്ക് പ്ലീസ് ചെയ്യാൻ കഴിയുന്നില്ല. ഹെൽപ്പ് മീ ലോർഡ്, കം ലോർഡ്. ആ ഒരു ഗ്രോണിങ്
നമ്മൾ 2 ഗ്രോണിങ്ങിനെ കുറിച്ച് കണ്ടു. ഒന്ന് ദ ഗ്രോണിങ് ക്രിയേഷൻ, സെക്കൻഡ്ലി ദ ഗ്രോണിങ് ചിൽഡ്രൻ ഓഫ് ഗോഡ്, ആൻഡ് തേർഡ്ലി വി വിൽ, God willing, we'll see the groaning Holy Spirit. 3 groanings. So let's pray. ഈ രാത്രി സമയം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവവചനത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.